ചെറിയ കൊച്ചു കൃഷ്ണനാണ്. ഒരു ദിവസം ഇങ്ങനെ ഒരു ഗോപികയുടെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കട്ട് തിന്നാണ്. അപ്പൊ ഗോപിക പിടിച്ചു, കള്ള കൃഷ്ണൻ, ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടാണ് വെണ്ണ ഉണ്ടാക്കുന്നത്, നീ അങ്ങനെ ചുളുക്കിലെടുത്തോണ്ട് പോകാൻ പറ്റുമോ നിനക്ക്? വെണ്ണ വേണമെങ്കിൽ അതിന് പണി ചെയ്യണം, പരിശ്രമിക്കണം. ഇപ്പൊ കൊച്ചു കൃഷ്ണനാണ്. ഇപ്പൊ കൃഷ്ണൻ പറയാ, ഗോപിക അമ്മ എന്ത് പറയൂ ഞാൻ അത് ചെയ്തോളാട്ടോ. അപ്പൊ നീ പണി ചെയ്യണം. എന്താ ചെയ്യേണ്ടെന്നറിയോ? ഇതാ അവിടെ ചാണകം കൊണ്ടുണ്ടാക്കിയ വരളിയില് അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ശരി അമ്മ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? കൃഷ്ണൻ, കുഞ്ഞു കൃഷ്ണനാണ്, കുട്ടി കൃഷ്ണൻ, കഷ്ടപ്പെട്ട് കൊട്ടയില് വാരിയെടുത്തു, അങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ട് വേർത്തൊലിക്കും എന്നിട്ടും കൊണ്ടുപോവാണ്. ഗോപിക അമ്മ ഇങ്ങനെ മാറി നിന്നോണ്ട് നോക്കാണ്. ഒക്കെ കഴിഞ്ഞു വന്നിട്ട് വന്നു, ദാ ഞാൻ പണിയൊക്കെ തീർത്ത് കഴിഞ്ഞു കേട്ടോ, ഇനി എനിക്ക് തരൂ, വെണ്ണ തരൂ. ആ മുഖം നമുക്ക് ഭാവന ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ. അപ്പൊ പറഞ്ഞു, അങ്ങനെയൊന്നും തരാൻ പറ്റില്ല കേട്ടോ, ഇത് മാത്രം ചെയ്തൊന്നും പോരാ, നീ എനിക്ക് വേണ്ടി ഓടക്കുഴൽ വായിക്കണം. ശരി, ഞാൻ അത് ചെയ്യാലോ. കൃഷ്ണൻ ആ ഓടക്കുഴൽ നാദം മുഴക്കിയപ്പോഴത്തേക്കും ഗോപിക സമാധിയിലായി എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ ആലോചിച്ച് നോക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷ്ണൻ സർവ്വലോകത്തിന്റെ മുഴുവൻ നാഥനാണല്ലോ അല്ലെ. പക്ഷെ ആ നാഥൻ ഒരു സാധാരണ ഒരു സ്ത്രീയുടെ ചൊൽപ്പടി കേട്ടുകൊണ്ട് എന്തൊക്കെയാ ചെയ്യുന്നതല്ലേ. എന്താ ചെയ്യാത്തത് ഭഗവാൻ? ഒന്ന് മാത്രമേ നോക്കുള്ളൂ ഭഗവാൻ, ഭക്തി, പ്രേമം.